ത്രിയേക ദൈവത്തിന് സ്തുതി. 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രാർത്ഥനയോടെ പാഠഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും കണ്ണുകളെ നടക്കുമോ? ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും തമ്പുരാനെ നീ രണ്ടാമത് വരുമ്പോൾ ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ദീപങ്ങൾ തെളിയിക്കുവാൻ തക്കവണ്ണം നിറകുടങ്ങളായി മാറുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീരുവാൻ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കണമേ. ആമീൻ. മക്കളെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. 9ാം ക്ലാസ്സിലെ സഭാചരിത്ര പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. 23ാമത്തെ പാഠം. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ സ്ഥാനാരോഹണം. ഈ പാഠഭാഗം തൊട്ടു മുമ്പ് പുസ്തകത്തിൽ നോക്കിയിട്ടുള്ള കുട്ടികൾക്കറിയാം, വളരെ ചെറിയൊരു പാഠഭാഗമാണ്. അതായത് നമ്മൾ ഇങ്ങനൊരു മാധ്യമത്തിലൂടെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു പാഠഭാഗം കവർ ചെയ്യുവാൻ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ആമുഖമായിട്ട് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, നമുക്കറിയാം കാതോലിക്ക ബാവയുടെ കുടുംബം എന്ന് പറയുന്നത് ചെറുവിള്ളിൽ ഫാമിലിയാണ്. ചെറുവിള്ളിൽ, ചെരുവിള്ളിൽ, ചെറുളിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ചില പ്രാദേശികമായ മാറ്റങ്ങൾ മാത്രമാണ് ചെറുവിള്ളിൽ ഫാമിലി. ഈ ഫാമിലി സംബന്ധിച്ച് മലങ്കരയിലെ സുറിയാനി സഭയ്ക്ക് വേണ്ടിയിട്ട് ഏറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരികയും ഏറെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് ചെറുവിള്ളിൽ ഫാമിലി. തുടർന്ന് മുമ്പോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ചെറിയൊരു ജീവചരിത്രവും, ഈ 2 ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. ആ മനുഷ്യൻ സാത്താന്റെ സാമീപ്യത്തിൽ എന്ത് ചെയ്തു? പാപത്തിനടിമയായി മാറി. എന്നാല് ആ മനുഷ്യനെ, തന്റെ സൃഷ്ടിയെ, അവനുള്ള സ്നേഹത്തെ പ്രതി, കരുണയെ പ്രതി പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്ന് ജീവിച്ച് അവന്റെ ഈ നഷ്ടപ്പെട്ടുപോയ തന്റെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാൽവരിയിൽ യാഗമായി മാറി. സാത്താന്റെ തലയെ തകർത്ത് മരണത്തെയും പാപബന്ധനത്തെയും തോൽപ്പിച്ച് സൃഷ്ടിക്ക് എന്ത് ചെയ്തു? വിജയം ഒരുക്കി, അല്ലെ? അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ഇതൊരു പ്രവചനം പോലെ അല്ലേ? നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു? ഇതുപോലെ ക്രിസ്തുവിന്റെ സാക്ഷികളായി തന്നെ മാറി. നമുക്കറിയാവുന്ന ചരിത്രം പോലെ ഭാരതത്തിലേക്ക് ആര് വന്നു? 52 മാർത്തോമാസിലേക്ക് കടന്നു വന്നു. അങ്ങനെ കർത്താവിന്റെ ഉത്ബോധനം അനുസരിച്ച് ഭാരതത്തിലേക്ക് മാർത്തോമാസിലേക്ക് വന്ന് തിരുവഞ്ചിക്കുളം എന്ന സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ മാർത്തോമാസിലേക്ക് ശ്രദ്ധിക്കുമ്പോ കുറച്ച് ആളുകള് കുളത്തിലിറങ്ങി നിന്നിട്ട് എന്ത് ചെയ്യുന്നു? കണ്ണടച്ച് വെള്ളം കൈക്കുമ്പിൾ കോരി മുകളിലേക്ക് എറിയും, വെള്ളം താഴത്തേക്ക് വരും. വീണ്ടും കൈക്കുമ്പിൾ വെള്ളം കോരി മുകളിലേക്ക് എറിയും, വെള്ളം താഴത്തേക്ക് തന്നെ പോരും. മാർത്തോമാസിലേക്ക് ഇത് വളരെ വിചിത്രമായ ഒരു സംഭവമായിട്ട് തോന്നി. സ്ത്രീക അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവരൊരു കൂട്ടം നമ്പൂതിരിമാരായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങള് സൂര്യ ഭഗവാനെ നമസ്കരിക്കുകയാണ്, സൂര്യ നമസ്കാരം നടത്തുകയാണ്. ആ സൂര്യ നമസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വെള്ളം മുകളിലേക്ക് എറിയുന്നത്. അപ്പോ
മാർത്തോമാശ്ലീഹ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ നൽകുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നില്ലല്ലോ. ഞാൻ എന്റെ ദൈവത്തിന് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ എന്റെ ദൈവം സ്വീകരിക്കും. അപ്പോ നിങ്ങളുടെ ദൈവം ദൈവമാണോ? ചെറിയ സംസാരമായി, വാക്ക് തർക്കമായി. മാർത്തോമാശ്ലീഹ പറഞ്ഞു, എന്റെ ദൈവത്തിന് ഞാൻ എന്തെങ്കിലും നൽകുകയാണെങ്കിൽ എന്റെ ദൈവം സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ കാണണം, ഈ നമ്പൂതിരിമാർ ആവശ്യപ്പെട്ടു. അപ്പോ അതിനകത്ത് ഒരു വ്യവസ്ഥ മാർത്തോമാശ്ലീഹ വെച്ചു. ഞാൻ കൈക്കുമ്പിളിൽ വെള്ളം കോരി മുകളിലേക്ക് എറിയും, ദൈവത്തിന് കാഴ്ച അർപ്പിക്കും. അത് എന്റെ ദൈവം സ്വീകരിക്കുകയാണ് എങ്കിൽ എന്റെ ആ ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കണം. പാവം നമ്പൂതിരിമാർക്ക് തലമുറകളായി അവർ ചെയ്തു വരുന്ന ഈ കാര്യങ്ങളെ അവർക്കറിയാവുള്ളൂ. വെള്ളം മുകളിലേക്ക് എറിഞ്ഞാല് താഴത്തേക്ക് വരുമെന്ന രീതിയിൽ അവരത് സമ്മതിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യാം? മാർത്തോമാശ്ലീഹയുടെ അങ്ങയുടെ ദൈവം അങ്ങ് നൽകുന്ന കാഴ്ച സ്വീകരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അങ്ങയുടെ ദൈവത്തെ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. മാർത്തോമാശ്ലീഹ കുളത്തിലിറങ്ങി കൈക്കുമ്പിളില് വെള്ളം നിറച്ച് മുകളിലേക്ക് എറിഞ്ഞു. ഒരു നിമിഷം വെള്ളം അവിടെ നിന്നു, അപ്രത്യക്ഷമായി. നമ്പൂതിരിമാരാപാടെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. മാർത്തോമാശ്ലീഹ വീണ്ടും കൈക്കുമ്പിളില് വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞു, വെള്ളം അവിടെ നിന്നു, അപ്രത്യക്ഷമായി. അപ്പോൾ മാർത്തോമാശ്ലീഹയുടെ പറഞ്ഞ വാക്ക്, മാർത്തോമാശ്ലീഹയുടെ ദൈവത്തെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ വാക്ക് മാത്രമല്ല അവര് മനമാറ്റത്തിന് കാരണം. ഇങ്ങനെയൊരു ദൈവം എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്യുന്ന കാര്യമാണ്. ഇതൊന്നും മാറ്റം വരാതെ ഇപ്പൊ ഇതാ ഈ കൊടുത്ത തിരുമുൽക്കാഴ്ച അപ്രകാരം സ്വീകരിച്ച ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആ കുളത്തിൽ എന്ത് ചെയ്തു? അവരുടെ ജ്ഞാനസ്നാനം നടത്തി. മാമോദിസ, ആ സൂര്യ നമസ്കാരം നടത്തിക്കൊണ്ടിരുന്നതായ എല്ലാ നമ്പൂതിരിമാരുടെയും ജ്ഞാനസ്നാനം മാർത്തോമാശ്ലീഹ അവിടെ വെച്ച് നടത്തി. ഈ കൂട്ടത്തില് തിരുവഞ്ചിയൂർ ക്ഷേത്രത്തിലെ ദൈവിക കാര്യനിർവഹണം നടത്തിക്കൊണ്ടിരുന്ന ചെറുവുള്ളിൽ ഇളമുറ തന്ത്രിയും ഉണ്ടായിരുന്നു. ഈ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്പൂതിരിമാരുടെ കൂട്ടത്തില് തിരുവഞ്ചിയൂർ ക്ഷേത്രത്തിലെ ദൈവിക കാര്യനിർവഹണം നടത്തിക്കൊണ്ടിരുന്ന ചെറുവുള്ളിൽ ഇളമുറ തന്ത്രിയും ഉണ്ടായിരുന്നു. പുതിയ മതം സ്വീകരിച്ച് കുടുംബത്തില് തിരിച്ചെത്തിയ നമ്പൂതിരിമാരെ സംബന്ധിച്ച് ഒത്തിരി ദാരുണമായ ക്രമീകരണങ്ങളായിരുന്നു. നമ്പൂതിരി കുടുംബങ്ങളുടെ രീതി അനുസരിച്ച് അവരുടെ നിഷ്ഠകൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യുക? കുടുംബത്തിൽ നിന്നും പുറത്താക്കുന്ന രീതിയാണ്. അങ്ങനെ ഈ ക്രിസ്തു മതം സ്വീകരിച്ച എല്ലാ നമ്പൂതിരി കുടുംബങ്ങളിലും എന്ത് ചെയ്തു? എല്ലാവരെയും കുടുംബങ്ങളിൽ നിന്ന് വെളിയിലാക്കി. പടിയടച്ച് പിണ്ടം വെച്ചു. കേട്ടിട്ടുണ്ടോ അങ്ങനെ? പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് ജീവനോട് ഇരിക്കുമ്പോ മരണാനന്തര ചടങ്ങുകൾ, മരിച്ചു എന്ന സങ്കല്പത്തിലൂടെ എന്ത് ചെയ്യുക? മരണാനന്തര ചടങ്ങുകൾ ക്രമീകരിക്കുക. പിന്നീട് ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മരിച്ചതിന് തുല്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുക. അങ്ങനെ ഇളമുറ തന്ത്രിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്ത് ചെയ്തു? കുടുംബത്തിലെ സ്ഥാനം നഷ്ടപ്പെട്ടു, അവരെ വെളിയിലാക്കി. ഇങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ പേരില് കുടുംബങ്ങളിൽ നിന്ന് വെളിയിലാക്കപ്പെട്ട വ്യക്തികളെല്ലാവരെയും കൂട്ടി വരുത്തി അവർക്ക് വേണ്ടിയിട്ട് കോട്ടക്കാവിൽ, കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വടക്കൻ പറവൂര് കോട്ടക്കാവില് മാർത്തോമാശ്ലീഹ ഒരു പള്ളി പണിയിപ്പിച്ചു കൊടുത്തു. ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു തുടർന്ന് ഇങ്ങനെ കുടുംബങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട് തെരുവിലേക്ക് എറിയപ്പെട്ടതായ ഈ നമ്പൂതിരി കുടുംബങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒട്ടും താമസിയാതെ തുടർന്ന് ചെറുവള്ളി കുടുംബത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. അവർക്ക് കൃത്യമായിട്ട് ചിട്ടവട്ടങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. രോഗാവസ്ഥയായി, സാമ്പത്തികമായ അധപ്പതനമായി. അങ്ങനെ കുടുംബത്തിലൊരു
അരക്ഷിതാവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വലിയ കാരണവർ ഇതിന്റെ കാരണം അന്വേഷിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിലെ കാരണവരുടെ പ്രവൃത്തി ദോഷം. ഒരു വ്യക്തി ജീവനോടെ ഇരിക്കുമ്പോൾ മരണാനന്തര ചടങ്ങുകൾ നടത്തി പിണ്ടം വെച്ച് പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ മനോവേദന. അപ്പോൾ തന്റെ ഭാഗത്തുണ്ടായി പ്രവൃത്തി ദോഷമാണ് കുടുംബത്തിന്റെ ഈ അധപ്പതനത്തിന് കാരണം മനസ്സിലാക്കിയതായ വലിയ കാരണവര് ഇളമുറി തന്ത്രിയെ ഇല്ലത്തേക്ക് തിരിച്ചു വിളിച്ച് പിണ്ടം ഒഴിവാക്കി. കുടുംബത്തിലെ വലിയ കാരണവര് 2 തീരുമാനം കൂടി എടുത്തു. ഒന്ന്, കുടുംബത്തിലെ ഇല്ലത്തെ തലമൂത്ത കാരണവരുടെ ആ സ്ഥാനം കാണിക്കുന്ന ഒരു മുദ്രമോതിരമുണ്ട്, അത് ഇളമുറ തന്ത്രിയെ ഏൽപ്പിച്ചു. കൂടാതെ രണ്ടാമത്തത്, പാരമ്പര്യമായിട്ട് ഇപ്പോ നിലവിൽ ക്ഷേത്രത്തിലെ ദൈവിക താന്ത്രിക വൈദിക താന്ത്രിക കാര്യം ചെയ്തു വരികയാണ് ഈ കുടുംബം. തുടർന്ന് എന്ത് ചെയ്യുക, തലമുറയെ പാരമ്പര്യം എന്ത് ചെയ്യുക, തുടർന്നു കൊണ്ടുപോവുക. പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇതുവരെയും ക്ഷേത്രത്തിലെ വൈദിക താന്ത്രിക കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇനി ക്ഷേത്രത്തിലെയല്ല, ഇളമുറ തമ്പുരാൻ സ്വീകരിച്ച വിശ്വാസമനുസരിച്ച് ക്രിസ്തു വിശ്വാസപ്രകാരം പള്ളികളിലെ വൈദിക കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്തു, സത്യം ചെയ്യിച്ചു. മാർ തോമാസ് ലീഗ തന്നെ മുൻകൈ എടുത്ത് ഇളമുറ തന്ത്രിയുടെ ഒരു മകനെ വൈദിക സ്ഥാനം കൊടുത്തു. കൂടാതെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പകലോമറ്റം, ശങ്കരപുരി, മറ്റു ചില കുടുംബങ്ങളിൽ നിന്നും പൗരോഹിത്യ പിന്തുടർച്ചയ്ക്കുള്ള ഒരു അവകാശം മാർ തോമാസ് ലീഗ തന്നെ നൽകി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ചരിത്രത്തിൽ കാണുന്നത്. ചെറുവള്ളി കുടുംബത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും ആദ്യം വാഴിക്കപ്പെട്ടതായ പുരോഹിതൻ AD 57 കർത്താവിൽ നിദ്ര പ്രാപിച്ചതായിട്ട് ഇദ്ദേഹത്തിന്റെ കബറിടത്തിലെ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഓർക്കണം മക്കള്, 52 വന്നത്, മാർ തോമസ് ലീഗ വന്നത് 57 ചെറുവുള്ളിൽ കുടുംബത്തിലെ ആദ്യ കശിഷ പുരോഹിതൻ എന്ത് ചെയ്തു, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു. തുടർന്ന് അങ്ങോട്ട് പല തലമുറകളിൽ എന്ത് ചെയ്തു, ഈ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്തു. ഇപ്പൊ നിലവില് നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ ഈ കുടുംബത്തിലെ 43ാമത്തെ പൗരോഹിത്യ സ്ഥാനിയാണ്. ബസേലിയോസ് തോമസ് പ്രധാന കാതോലിക്ക ബാബ ചെറുവള്ളി കുടുംബത്തിലെ 43ാമത്തെ പൗരോഹിത്യ സ്ഥാനിയാണ്. 2016 വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ 2016 വരെ 45 പേർ ഈ കുടുംബത്തിൽ നിന്നും പൗരോഹിത്യ സ്ഥാനികൾ ആയിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. 45 പേര് 2016 വരെ. ഇതുവരെ നമ്മൾ കണ്ടത് മലങ്കരയിലെ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട് ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ കുടുംബമായ ചെറുപുള്ളിൽ ഫാമിലിയുടെ ചെറു ചരിത്രം ആണ്. നമുക്കിനി നമ്മുടെ ഇപ്പോഴത്തെ കാതോലിക്ക ബാബ അബുന്മാർ ബസേലിയോസ് തോമസ് പ്രധാൻ ബാബയുടെ ഒരു ചെറു ജീവ ചരിത്രം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 43ാമത്തെ ചെറുപുള്ളി കുടുംബത്തിലെ 43ാമത്തെ പുരോഹിതനാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാബ. 1929 ജൂലൈ 22-ാം തീയതി ചെറുപുള്ളിൽ ശ്രീ വത്തായിയുടെയും ശ്രീമതി കുഞ്ഞാമ്മയുടെയും 8 മക്കളിൽ 6ാമനായി കുഞ്ഞുഞ്ഞ് എന്ന വിളിപ്പേരുള്ള തോമസ് ജനിച്ചു. മക്കള് ശ്രദ്ധിക്കണം, 1929 ജൂലൈ 22-ാം തീയതി ചെറുപുള്ളിൽ ശ്രീ വത്തായിയുടെയും ശ്രീമതി കുഞ്ഞാമ്മയുടെയും 8 മക്കളിൽ 6ാമനായി കുഞ്ഞുഞ്ഞ് എന്ന് വിളിപ്പേരുള്ളതായ തോമസ് ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ രോഗിയായി മാറി.
അതിനൊരു കാരണമുണ്ടായിരുന്നു. ഒരിക്കല് കുട്ടിയായിരിക്കുമ്പോ പാടവരമ്പത്തിരിക്കുമ്പോ ഒരു നായ ഓടി വന്നു. പട്ടി ഓടി വന്ന് ആക്രമിച്ചു. കുഞ്ഞായിരുന്ന തോമസ് അലി കുഞ്ഞുഞ്ഞ് എന്ത് ചെയ്തു? പേടിച്ചുപോയി. സാധാരണ നിങ്ങള് മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പേടി കിട്ടിപ്പോയി എന്നൊക്കെ. അങ്ങനെ ഒരു ഉൾഭയം നിലച്ചിരിക്കാൻ സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകും. അപസ്മാരം ചുഴലിലേക്ക് വീണിട്ടില്ലേ? അസുഖം അതല്ല, പക്ഷെ അതിനൊരു രീതിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ബോധക്ഷയമുണ്ടായി ആള് നിലത്ത് വീഴും. ചില സമയത്ത് വെള്ളത്തിൽ വീണിട്ടുണ്ട്, ചിലപ്പോഴ് തീയില് വീണിട്ടുണ്ട്. തീയിലൊക്കെ വീണ് മുഖത്തൊക്കെ കാര്യമായ പൊള്ളല് ഒക്കെ ഉണ്ടായ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ട്. കുഞ്ഞിലെ ഈ ദുരിത രോഗം കൂടെ ഉണ്ടായതുകൊണ്ട് കൂട്ടുകാരൊന്നും അവരുടെ കൂടെ കളിക്കാനൊന്നും കൂട്ടിയില്ല. അത് പഠിത്തത്തെയും ബാധിച്ചു. ഈ രോഗാവസ്ഥയിൽ ആയിരുന്നുകൊണ്ട് 4ാം ക്ലാസ് വരെ ശ്രേഷ്ഠ ബാബയ്ക്ക് ഭൗതിക വിദ്യാഭ്യാസം നടത്തുവാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു 8 മക്കളുണ്ട്, കുടുംബം പുലർത്തണം. കൂടെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് എപ്പോഴും കൂടെ ഇരിക്കുക എളുപ്പമല്ല. അവരെന്ത് ചെയ്തു? ഒരു എളുപ്പ മാർഗം കണ്ടുപിടിച്ചു. കുഞ്ഞുഞ്ഞിന് ഒരു പുല്ലാങ്കുഴൽ, ഓടക്കുഴൽ കണ്ടിട്ടില്ലേ, ഒരു പുല്ലാങ്കുഴൽ ഉണ്ടാക്കി കൊടുത്തു. തോമസ് എന്ത് ചെയ്യണം? ഇത് എപ്പോഴും ഈ കുഞ്ഞുഞ്ഞ് എന്ത് ചെയ്യണം? ഈ പുല്ലാങ്കുഴൽ വീട്ടിക്കൊണ്ടിരിക്കണം. ഒരു നിശ്ചിത സമയത്തേക്ക് ഈ പുല്ലാങ്കുഴലിന് ശബ്ദം കേൾക്കാതെ വന്നാൽ എന്തെങ്കിലും അപകടാവസ്ഥയാണ് എന്ന് ചെയ്യും? മാതാപിതാക്കള് മനസ്സിലാക്കും. അങ്ങനെ വിദ്യാഭ്യാസമൊന്നും കൃത്യമായിട്ട് കിട്ടിയില്ല. 4ാം ക്ലാസ് അവസാനിച്ചു. പിന്നെ കുറെ നാളത്തേക്ക് ആട് നോട്ടമായി ജീവിതം മാറി. കാര്യം വല്യാപ്പൻ, അതായത് കുഞ്ഞുഞ്ഞിന്റെ അപ്പന്റെ അപ്പൻ ഒരു വൈദ്യനായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സയൊന്നും ഈ രോഗശമനത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. മാതാവിന്റെ സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന, വിശ്വാസത്തോടെയുള്ളതായ കണ്ണുനീര്, അത് വളരെ സമർപ്പണത്തോടെ കുഞ്ഞാമ്മച്ചി എന്ത് ചെയ്തിരുന്നു? ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിറവേറ്റിയിരുന്നു. നമുക്കറിയാം, കണ്ണുനീരിന് മറികടന്ന് പോകുന്നതല്ല ആര്? നമ്മുടെ ദൈവം. അങ്ങനെ ഇരിക്കെ അമ്മച്ചിക്ക് ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതായത് മലയക്കുരിശ് ദേറായില് കുഞ്ഞുഞ്ഞിനെ അടിമ വെക്കണമെന്ന ഒരു സ്വപ്ന ദർശനമുണ്ടായി. കാര്യം അടിമപ്പെല്ലാം കഴിഞ്ഞുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ രോഗത്തിന്റെ അവസ്ഥ അല്പം കൂടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെയും ആ രോഗം കൂടിയെങ്കിലും അതിനൊന്ന് മുമ്പില് കുഞ്ഞാമ്മച്ചി എന്ത് ചെയ്തില്ല? തകർന്നു പോയില്ല. വിശ്വാസത്തോടെയുള്ളതായ ആഴത്തില് സമർപ്പണത്തോടെയുള്ളതായ പ്രാർത്ഥനയുടെ ആ സമയം എന്ത് ചെയ്തു? അത് കൂട്ടി. ആ പ്രാർത്ഥനയെ മാനിക്കുന്ന ദൈവം ഏകദേശം 18 വയസ്സ് കാലയളവെത്തുമ്പോഴേക്കും ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പൊള്ളലിന്റെ ഒക്കെ പാടുകൾ വരെ കൃത്യമായി മാഞ്ഞു പോകത്തക്ക രീതിയിലുള്ളതായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളുമായി തമ്പുരാൻ കുഞ്ഞുഞ്ഞിന് നൽകി. ഞാൻ ആദ്യം പറഞ്ഞു, ഭൗതിക വിദ്യാഭ്യാസം 4ാം ക്ലാസ്സിൽ അവസാനിച്ചു. പക്ഷേ രോഗിയായ തന്റെ മകനെ വിശ്വാസത്തിലും ദൈവകൃപയിലും വളർത്തുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? പലപ്പോഴും ഈ കുഞ്ഞാമ്മ അമ്മച്ചി ശ്രമിച്ചിരുന്നു. എല്ലാ ദിവസവും വിളിച്ചിരുത്തി ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കും, കൃത്യമായി സങ്കീർത്തനം വായിപ്പിക്കും. അപ്പോൾ ചെറുപ്പത്തിലെ മാതാവിൽ നിന്ന് കേട്ടതായ ഈ തിരുവചന ഭാഗങ്ങളും വായിച്ചതായ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുഞ്ഞ് ചെയ്തു മനഃപ്പാടമാക്കി, ഹൃദയസ്ഥമാക്കി. നമ്മുടെയൊക്കെ ഈ ജീവിത സാഹചര്യത്തിലേക്ക് നോക്കിയാല്
ഒരു പക്ഷേ ഇന്ന് അനേകം കുടുംബങ്ങളിലും വ്യക്തികളിലും കാണുവാൻ കഴിയാത്ത ഒന്നുമായതല്ലേ. ആത്മീയമായ ഒരു വഴിയിലൂടെ സ്വന്തം മക്കളെ വളർത്തുവാൻ വേണ്ടി സമയം കണ്ടെത്താത്ത, അവരെ അങ്ങനെ പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു വലിയ സമൂഹം തന്നെയുണ്ട്. അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ ലോകത്തിന്റെ അധപ്പതനത്തിന്റെ പിന്നിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഞാൻ മുമ്പോട്ടേക്ക് പോകാം. അങ്ങനെ 15-ാമത്തെ വയസ്സില് കുഞ്ഞുഞ്ഞ് മലേക്കുശ് ദേറായിൽ അധ്യാപകനായി. അങ്ങനെ ഇരിക്കെ തന്റെ സഹോദരന് തപാൽ വകുപ്പിൽ അഞ്ചലോട്ടക്കാരനായി താൽക്കാലിക ജോലി ലഭിച്ചു. അത് പകരക്കാരനായി കുഞ്ഞുഞ്ഞ് ഏറ്റെടുത്തു. തന്റെ സഹോദരൻ ലഭിച്ചതായ അഞ്ചലോട്ടക്കാരന്റെ ജോലി അത് പകരക്കാരനായി കുഞ്ഞുഞ്ഞ് ഏറ്റെടുത്തു. ജോലിയുടെ ഭാഗമായി രാവിലെ തന്നെ ഏഴക്കരനാട് തപാൽ ഓഫീസിലെത്തി തപാൽ ഉരുപ്പടികൾ സഞ്ചിയിൽ നിറച്ച് 7-8 മൈലുകൾ താണ്ടി തൃപ്പൂണിത്തുറയിലെത്തണം. തിരികെ വന്ന് പോസ്റ്റ് ഓഫീസർ ഗണപതിയുടെ കാലുകൾക്ക് പുല്ലു മുറിക്കണം. അതായിരുന്നു വ്യവസ്ഥ. അന്നത് അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഈ പുല്ലുമുറിക്കല് അല്പം വേദനയുള്ള കാര്യമാണെങ്കിലും തോമസ് ചെയ്തു വന്നു. കാരണം അഞ്ചലോട്ടക്കാരന് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ പുല്ലുമുറിക്കുന്നതിന് കിട്ടുന്നതായ കൂടുതൽ തുകയും കൂടി മാതാവിന് ഏൽപ്പിച്ചു കഴിഞ്ഞാല് കുടുംബത്തിന്റെ നിത്യവൃത്തി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതും എന്താകും, ഒരു സഹായമായി മാറും. അതുകൊണ്ടും തന്നെ എന്ത് ചെയ്തു, ഈ ജോലിയും ചെയ്യുവാൻ മടിയില്ലാതെ വേദനയോടെയാണെങ്കിലും തോമസ് ചെയ്തിരുന്നു. ജീവിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് പല പണികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് പത്രവിതരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കൃഷിക്കാരനാകേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞുമക്കള് ശ്രദ്ധിക്കണം, വളരെ ചെറിയ പ്രായത്തില് ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവിക്കുവാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാരും ഗുരുക്കന്മാരും പൂർവികന്മാരും ഏറെ അധ്വാനിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ആ സാഹചര്യത്തിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാ സൗകര്യങ്ങളുടെയും മുൻപില് ചെറിയ ചെറിയ ജോലികള് നമ്മളുടെ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ പല ഒഴിവ് കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റി നിർത്തും. വലിയ ത്യാഗത്തിന്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിന്റെ കഥകൾ നമ്മുടെ പിതാക്കന്മാർക്ക് പറയാനുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ 1948 മുതൽ 51 വരെയും അഞ്ചലോട്ടക്കാരന്റെ ജോലി തോമസിന് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ ചെറുവള്ളിൽ CV എബ്രഹാം കശീശ മലേക്കുശ് ദേറായില് താമസമാക്കി. CV എബ്രഹാം കശീശ, ചെറുവള്ളിൽ CV എബ്രഹാം കശീശ. ആ സമയത്ത് തോമസ് മലേക്കുശ് ദേറായിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. കുഞ്ഞുഞ്ഞെന്ന് ഓമന പേരുള്ളതായ തോമസിനോട് തോന്നിയ താല്പര്യം, ആത്മീയമായ വഴികളിൽ കൂടുതൽ പ്രേരണയോടുകൂടി നടക്കുവാൻ തക്കവണ്ണം ആവശ്യമായ അറിവുകള്, ഉത്ബോധനങ്ങള് ഈ കശീശ തോമസ് നൽകി. മാതാവിൽ നിന്ന് കേട്ടതായ ആത്മീയ പാഠങ്ങളും CV എബ്രഹാം കശീശയിൽ നിന്ന് കേട്ടതായ ആത്മീയ പാഠങ്ങളൊക്കെ ഒരു നല്ല ആത്മീയ ജീവിതത്തിൽ വളരുവാൻ തക്കവണ്ണം തോമസിനെ ഇടയാക്കി തീർത്തു. അങ്ങനെ ഇരിക്കെ കണ്ടനാട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്ത തോമസിന്റെ പ്രസംഗം ഒരിക്കൽ കേൾക്കുവാൻ ഇടയായി. വളരെ ആത്മീയ അഭിഷേകമുള്ളതായ ഈ പ്രസംഗം ശ്രവിച്ചതായ പീലക്സീനോസ് മെത്രാപ്പോലീത്ത
ഇദ്ദേഹത്തെ തോമസിനെ പിറമാടം ദേറായിലേക്ക് ക്ഷണിച്ചു. ഒരു കശീശാകുന്നതിന് വേണ്ടിയിട്ട് പിറമാടം ദേറായിലേക്ക് തോമസിനെ ക്ഷണിച്ചു. അങ്ങനെ തന്റെ ജോലി ഉപേക്ഷിച്ച് 23-ാം വയസ്സിൽ തോമസ് പിറമാടം ദേറയിലെത്തി. 1952 പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത തോമസിന് കോറൂയോ പട്ടം കൊടുത്തു. 1952 അയവന്യ പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്തായിൽ നിന്നും കോരത് മൽപ്പാനിൽ നിന്നും ദൈവിക പഠനങ്ങൾ, ആത്മീയമായ പഠനങ്ങൾ നടത്തി. പഠനങ്ങളൊക്കെ പൂർത്തിയായി കശീശ പട്ടം സ്വീകരിക്കേണ്ട ക്രമീകരണമായി. പക്ഷേ പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ടും കശീശാസ്ഥാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 മാസത്തെ മേലെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം അതല്പം ഈറൻ അണിയിക്കുന്ന കാര്യങ്ങളാണ്. കശീശാസ്ഥാനം ഏൽക്കുമ്പോൾ ധരിക്കേണ്ടതായ കുപ്പായം വാങ്ങുവാൻ പണമില്ലാത്തതിന്റെ പേരിൽ 1 മാസത്തോളം ആ സ്ഥാനം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നു. കുട്ടികളെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ഓരോ ജന്മദിനങ്ങള്, ഓരോ വിശേഷ ദിവസങ്ങള്, ഓരോ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി വെറുതെ ശേഖരിച്ച് കൂട്ടിവെക്കുമ്പോ നമ്മുടെയൊക്കെ പിതാക്കന്മാര്, പൂർവികര്, മാതാപിതാക്കളൊക്കെ നല്ല ഒരു വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ഭാരപ്പെട്ട ഒരു ജീവിതം നയിച്ച് കടന്നു വന്നവരാണെന്നുള്ളതായ ഒരു ഓർമ്മ മക്കളെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ 1958 സെപ്റ്റംബർ 21-ാം തീയതി ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തായിൽ നിന്നും മഞ്ഞരിക്കര ദേറായിൽ വെച്ച് ഫാദർ CM തോമസ് എന്ന പേരിൽ തോമസ് ചമ്മാസൻ ചെറുവിളി കുടുംബത്തിലെ 43-ാമത്തെ പുരോഹിത സ്ഥാനിയായി. 1958 സെപ്റ്റംബർ 21 പട്ടം നൽകിയത് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത, മഞ്ഞനിക്കര ദേറായിൽ വെച്ച്. പട്ടം സ്വീകരിച്ചത് തോമസ് ചമ്മാസൻ. ഏത് പേരില്? CM തോമസ് കശീശ എന്ന പേരിൽ ചെറുവള്ളി കുടുംബത്തിലെ 43-ാമത്തെ പുരോഹിത സ്ഥാനിയായിട്ട്. വളരെ ആത്മനിറവുള്ള ഒരു പുരോഹിതനായിരുന്നു. പ്രസംഗകാര്യങ്ങളിലൊക്കെ വളരെ ആത്മനിറവുള്ളതായ ഒരു പുരോഹിതനായിരുന്നു CM തോമസ് അച്ഛൻ. വളരെ തിരക്കുള്ളതായ ഒരു വൈദിക ശുശ്രൂഷയായിരുന്നു CM തോമസ് അച്ഛൻ്റെത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രസംഗകാര്യങ്ങളിലൊക്കെ നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. ഞാനിങ്ങനെ കോരഞ്ചേരി ഭാഗത്ത് പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, CM തോമസ് അച്ഛനാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ മൈലുകളോളം താണ്ടി ആ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് പോയ ആൾക്കാരുടെ വർത്തമാനം, അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ 1-ൽ കൂടുതൽ സ്റ്റേജുകളില് CM തോമസ് അച്ഛന് പ്രസംഗിക്കേണ്ടതുണ്ട്. അതൊക്കെ മിക്കവാറും മൈലുകളോളം. ആദ്യകാലത്തൊക്കെ സൈക്കിളിലായിരുന്നു യാത്ര. സൈക്കിൾ ഉപയോഗിച്ച് ഒരു വേദിയിൽ നിന്നും ഒരേ ദിവസം തന്നെ എന്ത് ചെയ്യും, അടുത്ത വേദിയിലേക്ക് സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യും. സുവിശേഷത്തോടുള്ള ഈ താല്പര്യം തുടർന്ന് സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിനും മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സുവിശേഷ സംഘത്തിനും ഇന്ന് കാണുന്ന വിധത്തിൽ വളർന്ന് പന്തലിക്കുവാൻ കാരണമായി മാറി. കൂടാതെ CM തോമസ് അച്ഛന്റെ അക്ഷീണമായ പരിശ്രമത്തില് രൂപം കൊണ്ടതാണ് നമുക്ക് നേരെ പരിചിതമുള്ളതായ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. തുടർന്ന് 1974 ഫെബ്രുവരി 24-ാം തീയതി പാത്രിക്കീസ് ബാബ ഏലിയാസുദ്ദീൻ പാത്രിക്കീസ് ബാബയിൽ നിന്നും
CN തോമസ് കശീശ തോമസ് മാർ ദിവന്യാസ്യോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിക്കപ്പെട്ടു. 1974 ഫെബ്രുവരി 24. സ്ഥലം ദമസ്കോസിലെ. വാഴിച്ചത് പാത്രിയർക്കീസ് ബാബയായ ഏലിയാസ് തുതിയൻ പാത്രിയർക്കീസ് ബാബ. CN തോമസ് അച്ഛനെ തോമസ് മാർ ദിവന്യാസ്യോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി വാഴിച്ചു. നമ്മള് ഇതുവരെയും ശ്രവിച്ച കാര്യങ്ങള് ഐവന്യ കാതോലിക്ക തോമസ് പ്രധാൻ ബാബായുടെ കുടുംബമായ ചെറുവുള്ളിൽ കുടുംബത്തിന്റെ ഒരു ചെറിയ ചരിത്രവും കാതോലിക്ക ബാബയുടെ മെത്രാപ്പൊലീത്ത സ്ഥാനം വരെയുള്ളതായ ഒരു ചെറിയ വിവരണവും മാത്രമാണ്. നമുക്കിനി പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഇപ്പോ നമ്മുടെ കാതോലിക്ക തോമസ് മാർ ദിവന്യാസ്യോസ് എന്ന പേരില് മെത്രാപ്പൊലീത്തയാണ്. തുടർന്ന് 1996 സെപ്റ്റംബർ 1, മക്കൾ ഓർമ്മയിലേക്കണേ, 1996 സെപ്റ്റംബർ 1 മലങ്കരയുടെ പ്രകാശഗോപുരം എന്ന് വിശേഷിപ്പിക്കുന്നതായ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ കാലം ചെയ്ത് മലയക്കുരിശ് ദയറായിൽ കബറടക്കപ്പെട്ടു. മലങ്കരയുടെ പ്രകാശ ഗോപുരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ മലങ്കരയുടെ കാതോലിക്കായിരുന്ന ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാലം ചെയ്തു. എവിടെ അടക്കപ്പെട്ടു? മലയക്കുരിശ് ദയറായിൽ. തുടർന്ന് 2001 ഡിസംബർ 27 പുത്തൻകുരിശില് അസോസിയേഷൻ ചേർന്ന് തോമസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പൊലീത്തയെ നിയുക്ത കാതോലിക്കയായിട്ട് തെരഞ്ഞെടുത്തു. കൂടാതെ 2002 ജൂലൈ മാസം 6 അസോസിയേഷൻ വീണ്ടും ചേർന്ന് തോമസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പൊലീത്തയെ മലങ്കര മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയായിട്ട് കൂടി തെരഞ്ഞെടുത്തു. അങ്ങനെ ഇദ്ദേഹത്തെ നിയുക്ത കാതോലിക്കയായിട്ട് തെരഞ്ഞെടുത്തു, മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയായിട്ട് കൂടി തെരഞ്ഞെടുത്തു. തോമസ് മാർ ദിവന്യാസ്യോസിനെ മലങ്കരയുടെ കാതോലിക്കയായി വാഴിച്ചു തരണമെന്ന് അന്നത്തെ പാത്രിയർക്കീസ് ബാബയായിരുന്ന സക്കാ പ്രഥമൻ പാത്രിയർക്കീസ് ബാബയോട് അപേക്ഷിച്ചു. അങ്ങനെ 2002 ജൂലൈ 26 2002 ജൂലൈ 26 സക്കാ പ്രഥമൻ പാത്രിയർക്കീസ് ബാബ ദമസ്കോസിൽ വെച്ച് തോമസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പൊലീത്തയെ മലങ്കരയ്ക്ക് വേണ്ടിയിട്ട് ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന പേരിൽ കാതോലിക്കയായി വാഴിച്ചു. മക്കൾ ശ്രദ്ധിക്കണം, 2002 ജൂലൈ 26 വാഴിക്കപ്പെട്ട സ്ഥലം ദമസ്കോസില്. ആരാണ് വാഴിച്ചത്? സക്കാ പ്രഥമൻ പാത്രിയർക്കീസ് ബാബ. ആരെയാ വാഴിച്ച്? തോമസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പൊലീത്തയെ. ഏത് പേരില്? ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന പേരില് മലങ്കരയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? കാതോലിക്കയായിട്ട് വാഴിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബായുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയുടെ ദൃശ്യങ്ങളിലേക്ക്. പഠന ഭാഗത്തെ അടുത്ത ഭാഗം, പുസ്തകത്തിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് 101 കുർബാനയാണ്. വിശുദ്ധ 101 കുർബാന സഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു സംഭവമാണിത്. വിശുദ്ധ 101 കുർബാന അത് നടത്തുവാനുണ്ടായതായ സാഹചര്യം എന്ന് പറയുന്നത് ചാത്തുര്യത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത
മക്കൾക്കറിയാം ആരാണ് പരിമല കൊച്ചു തിരുമേനി. 1902 നവംബർ മാസം 2-ാം തീയതി കാലം എന്ത് ചെയ്തു? പരിമലയിൽ കബറടക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ 100ാം ദുഃഖ്രോനോ ചരമ വാർഷികം. ഇതിന്റെ ആചരണത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുക? 101 കുർബാന. 2002 നവംബർ മാസം 1902 കാലം ചെയ്തത്. തുടർന്ന് 100 വർഷം കഴിഞ്ഞ് 2002 നവംബർ 2-ാം തീയതി പുത്തൻകുരിശ് പാത്രക്ക സെന്ററിന്റെ മുറ്റത്ത്, മക്കളവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, പാത്രക്ക സെന്ററിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് പാത്രക്ക സെന്ററിലെ ദൈവാലയമുണ്ട്. അതിന്റെ പടിഞ്ഞാറ് വശത്ത് വളരെ വിശാലമായതായ ഒരു ഗ്രൗണ്ടുണ്ട്. നമ്മുടെ ഡിസംബർ മാസത്തിലെ അഖില മലങ്കര സുവിശേഷ യോഗം ഡിസംബർ 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നടത്തപ്പെടുന്ന അവിടെയാണ്. അവിടെ വളരെ മനോഹരമായി ക്രമീകരിച്ചതായ ഒരു മദ്ബഹ, തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തില് 100 പുരോഹിതനും കൂടി ചേർന്ന് 101 കുർബാന നടത്തും. വളരെ അടുക്കും ചിട്ടയോടുകൂടി വിശുദ്ധിയോടുകൂടി കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തില് നടത്തപ്പെട്ട ഒന്നായിരുന്നു ഈ പരിമല തിരുമേനിയുടെ 100ാം ദുഃഖ്രോനോട് ബന്ധപ്പെട്ട് നടത്തിയ 101 കുർബാന. ഭാഗ്യവശാല് അതില് ദൈവകൃപ കൊണ്ട് സംബന്ധിക്കുവാനുള്ളതായ ഭാഗ്യം ദൈവം എന്നെയും അനുവദിച്ചു. അപ്പോഴ് നമ്മുടെ പാഠഭാഗങ്ങള് ഏതാണ്ട് അവസാനിച്ചു. 1929 നമ്മുടെ കാതോലിക്ക ജനിച്ചു. ഓർമ്മ വയ്ക്കുക, 1929. 58 കശീശയായി, 74 മെത്രാപ്പോലീത്തയായി, 2002 കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് തളരാതെ ഇന്നും ആരോഗ്യത്തോടുകൂടി നമുക്ക് വേണ്ടിയിട്ട്, മലങ്കര സഭയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നതായ കാതോലിക്ക ബാവയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് നമ്മുടെ ദിവസമുള്ളതായ പ്രാർത്ഥനകളിൽ ഓർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിക്കുന്ന സുവിശേഷകനായ മർക്കോസ് എഴുതിയ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു
ചരുളി ചെയ്തു ശൈനോ ശിലോ മൽക്കുൽ നമുക്ക് നമ്മുടെ പഠനഭാഗം പ്രാർത്ഥനയോടെ തന്നെ അവസാനിപ്പിക്കാം. മക്കള് ശ്രദ്ധയോടെ ഇരിക്കുക. ദൈവമേ, നിന്റെ വേദപ്രമാണം ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ആത്മീയമായ സത്യങ്ങള് ഞങ്ങളുടെ ജീവിതത്തില് അതൊരു നേർവഴിയിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ, ആത്മീയമായി വിശുദ്ധിയിൽ എത്തിച്ചേർന്ന് നിന്നോടുകൂടെ ചേർക്കപ്പെടുവാൻ, മണവറയിൽ മണിയറയിൽ ചേർക്കപ്പെടുന്നതൊക്കെ വേണം ഞങ്ങൾ ഒരുക്കുവാൻ നിങ്ങളുടെ ആത്മനയനങ്ങൾക്ക് ശക്തി പകർന്നു നൽകണമേ. ആമേൻ.